ഒരു മീഡിയം സൈസിലുള്ള കോളിഫ്ലവറിൻ്റെ പകുതി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി കഴുകിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ്, പിന്നെ ഇതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി, 1/2 കപ്പ് കോൺഫ്ലവർ, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കോളിഫ്ലവറിൻ്റെ വെള്ളം മൊത്തം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈവച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. വെജിറ്റബിൾ ഓയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതുപോലെ അങ്ങിട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ആദ്യം 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. പിന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഗോൾഡൻ കളർ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇനി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 കപ്പ് വെള്ളം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ്. ഇനി 1/2 ടീസ്പൂൺ കോൺഫ്ലവറിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി ഒരു കടായി ചൂടായതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ആ ഓയിലിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കട്ട് ചെയ്തത്, 3 മീഡിയം സൈസിലുള്ള പച്ചമുളക് കട്ട് ചെയ്തത്. ഇനി ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതുപോലെ തുടർച്ചയായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 മീഡിയം സൈസിലുള്ള സവോള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയെ. ഈ സമയത്ത് ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ച ആ സോസും കൂടെ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഫ്ലെയിം ഈ സമയത്തെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായി തിളച്ച് വരുമ്പോൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവറിൻ്റെ മിക്സ് അല്പമായി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.